പ്രതി രാജൻ ചെയ്ത കുറ്റം തെളിയിക്കാൻ ഇനിയും സാക്ഷി വിസ്താരം ആവശ്യമാണെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി മുഖവിലക്കെടുക്കുന്നു. എന്നാൽ ആ കാരണത്താൽ വിചാരണ തീരും വരെ ഒരാളെ തടവിൽ പാർപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന ബോധ്യത്തിൽ പ്രതി രാജന് ഈ കോടതി ഇതിനാൽ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ആരായാള്? ഞാൻ ലിബി, രായന്റെ അളിയനാ, ലിബി അളിയൻ. ഒരു 3000 രൂപ പിഴ അടച്ചോളൂ. കോടതി പിരിയും വരെ ഇവിടെ കൈയും കെട്ടി മിണ്ടാ നിൽക്കട്ടെ. പിന്നെ ഇപ്പൊ ജാമ്യം കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പുറത്തിറങ്ങി വേറെ ഏടാകൂടങ്ങൾക്കൊന്നും നിൽക്കണ്ട. ഞാനവക പരിപാടി എല്ലാം നിർത്തി സാറേ. നന്നായി. ഇപ്പൊ എനിക്കൊരു ലക്ഷ്യമുണ്ടല്ലോ. ഇതുവരെ ജീവിച്ച ജീവിതം അല്ല ശരിയെന്ന് പഠിപ്പിച്ച പെണ്ണില്ലേ, എനിക്ക് അവളൊന്ന് കണ്ടുപിടിക്കണം സാറേ. ഏത് ആ കത്തോ? നിങ്ങൾ ഓഫീസിൽ ചെന്ന് ഇയാളുടെ ബാക്കി ഫീസ് എത്രയെന്ന് നോക്കി വെക്കും. ആ കത്ത് ഇപ്പോഴും വരാറുണ്ടോ? പിന്നെ ഒന്നരടം വന്നോണ്ടിരിക്കല്ലേ. ഇപ്പൊ മൊത്തം 6 കത്തുണ്ട് എന്റെ. അത് കൊള്ളാലോ. കക്ഷിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാം? വന്ന കത്തോളിന്ന് കക്ഷി ഒന്ന് കെട്ടിയതാന്ന് മനസ്സിലായി. അയ്യോ. പക്ഷെ അത് സാരമില്ല സാറേ, ഞാൻ ഫ്രഷ് പീസ് ഒന്നുമല്ലല്ലോ. അതെന്നെ. പിന്നെ നീ അവളെ അന്വേഷിച്ചിങ്ങനെ പുറകെ നടക്കുന്ന അവളുടെ ഭർത്താവ് അങ്ങനെ അറിഞ്ഞ പുലിവാലാവില്ലടാ. എന്തൊട്ട് പുലിവാല സാറേ, ഞാൻ അവനെ അങ്ങോട്ട് തട്ടിയാകളെ. പിന്നെ കേസല്ലേ, അത് സാറ് നോക്കൂലോ അല്ലേ? നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? പിന്നെ ഞാൻ എന്തൊട്ട് ചെയ്യണ്ടേ സാറ് പറ. നീ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങി വേറെ കുഴപ്പത്തിലൊന്നും നിൽക്കണ്ട. ഇനി അഥവാ നീ അവൾ ആദ്യമായിട്ട് കാണുമ്പോ നിനക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയാ വിളിച്ചിറക്കി കൊണ്ടുപോടാ. നിനക്ക് ഡിവോഴ്സ് ഞാൻ മേടിച്ചു തരും. അങ്ങനൊരു വഴിയുണ്ടല്ലേ? പിന്നല്ലാതെ. ബുദ്ധി ഇല്ലാത്തോണ്ട് ഞാനത് ഓർത്തില്ല സാറേ. ഞാൻ അവളെ കണ്ടുപിടിച്ച ആ നിമിഷം സാറിനെ വിളിക്കും. എന്നിട്ട് സാറിന്റെ മുന്നിലാ കൊണ്ടവളെ നിർത്തി തരും. ബാക്കി കാര്യം സാറ് നോക്കണം. ഓക്കേ. എത്രയും പെട്ടെന്ന് അവൾ ആ വൃത്തികെട്ട ഭർത്താവിൽ നിന്ന് മോചിതയായി നിന്റെ ഭാര്യയായിട്ട് നീണാൾ വാഴട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് സാറേ. വർഷങ്ങളായി നെയ്തെടുത്ത വലയിലേക്ക് ഞാൻ നിങ്ങളെ ആവാഹിച്ചു വരുത്തുകയായിരുന്നു. അത്ര വേഗം കെട്ടുപൊട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമോ? അവളുടെ തുളച്ചു കയറുന്ന കണ്ണുകളെ നേരിടാനാകാതെ അയാൾ കുഴങ്ങി. ദേവി അതേ സ്വരത്തിൽ തുടർന്നു. ഒന്നോർത്തോളൂ, നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. എൻ്റെ കയ്യിലെ 5 വിരലുകളാണ്. വലയുടെ കെട്ട് ഞാൻ അയച്ചുവിടാതെ നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല. ഞാനതൊട്ട് ചെയ്യാനും പോകുന്നില്ല.